ഹായ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫ്. ഈ പടത്തിൻ്റെ റൈറ്റർ ഷാഹി കബീറാണ്. അറിയാമല്ലോ, ജോസഫ്, നായാട്ട്, ഇലവിഴ, പൂഞ്ചിറ, ഈ സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഷാഹി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സോ ഷാഹി കബീറിൻ്റെ എല്ലാ നായകന്മാരും പോലീസുകാരായിരിക്കും. നോർമലായിട്ടുള്ള നമുക്ക് കണ്ട് പരിചയമുള്ള സാധാരണ പോലീസുകാരായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലെ നായകൻ എന്ന് പറയുന്നത്. ഈ പടത്തിലും കുഞ്ചാക്കോവിൻ്റെ പെർഫോമൻസ് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും അടിപൊളി കഥാപാത്രമാണ്. ഹരിശങ്കർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു കിടിലൻ കഥാപാത്രം. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ JX വിജയാണ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ സ്കോറിങ്ങും അതുപോലെ തന്നെ മ്യൂസിക്കും. സിനിമാറ്റോഗ്രാഫി റോബി വർഗീസ് രാജാണ്, കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ. ഈ പടത്തിൻ്റെ വിഷ്വലും മ്യൂസിക്കും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. എഡിറ്റർ ചമൻ ചാക്കോ, ബ്രില്യൻ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. ബ്രൊമാൻസിൻ്റെ എഡിറ്ററും ചമൻ ചാക്കോ തന്നെയായിരുന്നു. കിടിലമായിട്ടുള്ള വർക്ക്. സിനിമയുടെ ടോട്ടൽ ഒരു കളർ ടോൺ നോക്കിക്കഴിഞ്ഞാൽ അധികം ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ചില ഫൈറ്റ് സീക്വൻസിൻ്റെ ഭാഗത്തെല്ലാം നമ്മൾ ചിലപ്പോൾ ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും. ആരാരെയാണ് തല്ലുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്കും റിയൽ ആയിട്ടുള്ള വിഷ്വൽസാണ് ഈ പടത്തിനുള്ളത്. ഇനി പടത്തിൻ്റെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാൻഡ് മാസ്റ്റർ, അതുപോലെ തന്നെ മെമ്മറീസ്, ഇതിലെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് അല്ല, സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ പടത്തിലുള്ളത്. പക്ഷേ പടത്തിൻ്റെ മേക്കിങ്ങിൽ നല്ല വ്യത്യാസമുണ്ട്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള, അതായത് കുറച്ച് റഫ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഈ കുഞ്ചാക്കോവിൻ്റെ കഥാപാത്രത്തിനെ ആദ്യം കാണിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒരു മാലമോഷണത്തിൽ നിന്നാണ് ഈ സിനിമ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് പോയി അവസാനിക്കുന്നത് ഒരു കുറച്ചുകൂടി വലിയൊരു കേസിലേക്കാണ്. ഡ്രഗ് ടീമിൻ്റെ അടുത്തേക്കാണ് ഇത് പോയിട്ട് എത്തുന്നത്. പിന്നെ ഈ ഡ്രഗ് ടീം, അതായത് ഈ പടത്തിലെ വില്ലന്മാരെന്ന് പറയുന്നത് നമ്മുടെ വൈശാഖ് നായർ ആൻഡ് ടീമാണ്. ആ 5-6 കുട്ടികൾ, അതായത് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ്. കിടിലമായിട്ടുള്ള പെർഫോമൻസ് ആണ് കേട്ടോ. അതായത് ഇവന്മാർ കാണിക്കുന്ന വില്ലത്തരങ്ങളില്ലേ, അത് നമുക്ക് തന്നെ അവർ പിടിച്ച് തല്ലാൻ തോന്നും. തല്ലിയിട്ട് ഇത് ചാവുന്നുമില്ല, അമ്മാതിരി വില്ലന്മാർ. സാധാരണ പടത്തിലെല്ലാം നല്ലൊരു ആക്ഷൻ സീക്വൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ പൊതുവെ വില്ലന്മാരെല്ലാം സൈഡായി പോകുന്നത്, അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പടത്തിലെ വില്ലന്മാരെ തല്ലിയിട്ടും ചാവുന്നില്ല, അമ്മാതിരി വില്ലന്മാരാണ്. പ്രത്യേകിച്ച് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറിയാണ് ഈ പടം പറയുന്നത്. പിന്നെ പടത്തിൽ ചെറിയൊരു ലൂപ്പല്ല, ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഒരു സീക്വൻസിൽ മീനാക്ഷിയുടെ കഥാപാത്രം ഓൾറെഡി നമ്മുടെ റംസാൻ്റെ ക്യാരക്ടറിനെ കാണുന്നുണ്ട്. സോ ഈ കഥാപാത്രം പിന്നീട് എങ്ങനെ ഇവരെ ഈ ഒരു ട്രാപ്പിൽ കൊണ്ടുവരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. സിനിമയുടെ കഥ നമുക്ക് എന്തായാലും അതേപോലെ പറയാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ ചെറിയൊരു ലൂപ്പ് അവിടെ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ റിയൽ ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. റിയൽ ആയിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻറ്റ് സിനിമയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രസന്റ് ടൈമിൽ ഈ 2K കിഡ്സിൻ്റെ കാര്യങ്ങൾ, അതായത് ഈ ഡ്രഗ് അഡിക്ഷനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സിനിമയാണ് ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി. ഇതിൽ കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ആ ക്യാരക്ടറിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട്. വളരെ റഫ് ആയിട്ടുള്ളൊരു കഥാപാത്രം, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ചാക്കോവിൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പ്രിയാമണിയാണ്. പ്രിയാമണി ആസ് യൂഷ്വൽ ഇതിൽ ഗ്രാൻഡ് മാസ്റ്ററിലെല്ലാം ചെയ്തിട്ടുള്ള അതേപോലത്തെ ഒരു കഥാപാത്രമാണ്. ഗ്രാൻഡ് മാസ്റ്ററിൽ വക്കീലല്ലേ, ഇതിൽ ടീച്ചറോ മറ്റാണെന്നോ, ടീച്ചറാണ്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല, അവരങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ കോ ആക്ടേഴ്സ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഡ്രഗ് ടീമിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെല്ലാം വളരെ ജെന്യൂൻ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള, നമ്മൾ സൊസൈറ്റിയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അറിയാലോ, രാത്രി നമ്മൾ ഒരു 11 മണിക്ക് ശേഷം നമ്മളെ സിറ്റിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കാണാൻ വേണ്ടി പറ്റും. പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് എല്ലാം. പിന്നെ ഈ സിനിമയിലെ ഔട്ട് ഓഫ് കേരള ഭാഗങ്ങൾ, അതായത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പോലീസ് ടീം ബാംഗ്ലൂർ പോകുന്നൊരു ഭാഗമുണ്ട്. അവിടെയുള്ള ഫൈറ്റ് ചേസൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലുള്ള ആ ഒരു ഫൈറ്റ്, അതൊരു തീപ്പൊരി ഫൈറ്റാണ് കേട്ടോ. നമ്മൾ തന്നെ ടെൻഷനായി പോയി, ഇവരെങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്ത് തന്നെയുള്ള ഈ പോലീസ് ടീമിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ അല്ല. എന്താണ്, പോലീസ് മറ്റൊരു സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് കുറച്ചുകൂടി വെൽ പ്ലാനഡ് ആയിരിക്കും എന്നാണ് നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ളൊരു ടീമാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ടായി പോകും. അമ്മാതിരി ഫൈറ്റാണ് ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പടത്തിന്റെ ഫൈനൽ ഫൈറ്റ്, ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ആ രാത്രി ആ കാട്ടിൽ കിടന്നിട്ടുള്ള അടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ രഘുനാഥ് പലേരി എന്ന് പറയുന്ന റൈറ്റർ ആൻഡ് ആക്ടർ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഫൈറ്റ് സീക്വൻസ് മൊത്തം നല്ല അടിപൊളിയായിരുന്നു. വളരെ റിയൽ ആയിട്ടും ജെന്യൂൻ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു. ക്യാരക്ടേഴ്സ് എല്ലാം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വെൽ സ്ക്രിപ്റ്റ് ആണ്. അതായത് ഇതിന്റെ കഥ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതെന്തായിത്തീരുന്നു നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആദ്യം നമുക്ക് തോന്നും
ഓക്കെ ഇത് ഈ രീതിയിലാണ് പോകുന്നത്, ഇത് എവിടെയെങ്കിലൊക്കെ പോയി എത്തും അങ്ങനെ തോന്നും. പക്ഷേ ഒരു ഇന്റർവെല്ലിനോട് എടുക്കുന്ന സമയത്ത് നമ്മളെ ടെൻഷനായി പോയി, ഇത് എങ്ങോട്ടേക്കാണ് ഈ സാധനം പോകുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. പക്ഷേ യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനും ഈ വില്ലന്മാരും തമ്മിൽ ചില കണക്ഷനും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്, അതൊക്കെ. പക്ഷേ പടത്തിന്റെ ട്രീറ്റ് അല്ലെങ്കിൽ മേക്കിംഗ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. നമ്മൾ വല്ലാണ്ടായി പോകും, സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭ്രാന്തായി പോയ അവസ്ഥയായിരിക്കും. പക്ഷേ റിയാലിറ്റിയിൽ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസിലും കാര്യങ്ങളിലൊക്കെ നമ്മളിത് കേൾക്കുന്ന ഇൻസിഡന്റ് തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, നല്ലൊരു സ്ക്രിപ്റ്റ്, നന്നായി മേക്ക് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഉറപ്പായും കാണും, ഇത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഗംഭീരമായിട്ടുള്ള പടം, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് നോക്കിക്കഴിഞ്ഞാലും വല്ലാണ്ട് ഡാർക്കാണ്, അത് നമ്മളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കും ഈ സാധനം. പടത്തിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒന്നാമത് ഭയങ്കര സീരിയസ് ആണ്, അതിന്റെ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടി ആവുന്ന സമയത്ത് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലെത്തും. എൻജോയ് ചെയ്യുക, കിടിലമായിട്ടുള്ള പടം, കിടിലം മ്യൂസിക്കും കിടിലമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ വിഷ്വൽസും സൂപ്പറാണ്. ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഒരു കിടിലം പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു.